പാലക്കാടും മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ്. വെൽഫെയർ പാർട്ടിയുമായി പലയിടത്തും കൂട്ടുകെട്ട്, സംസ്ഥാനത്തുടനീളം നീക്കുപോക്കാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള VK ശ്രീകണ്ഠൻ MP പറയുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നിരുപാധികം പിന്തുണ നൽകിയവരാണ്. പൊതു സ്വതന്ത്രർ എന്ന നിലയ്ക്കാണ് പലയിടത്തും മത്സരിക്കുന്നത്. വർഗീയ ശക്തികൾക്കെതിരായ നിലപാടാണിത്. മതേതര കൂട്ടായ്മയാണെന്നും VK ശ്രീകണ്ഠൻ പറയുന്നു. ഞങ്ങൾക്ക് UDF സംവിധാനത്തിലാണ് മത്സരിക്കും. പിന്നെ പൊതു സ്വതന്ത്രർ അങ്ങിങ്ങായിട്ട് ചിലരുണ്ട്. അതൊന്നും വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് അവർ UDFന്റെ ഘടകകക്ഷിയല്ല. പക്ഷെ സംസ്ഥാനത്തുടനീളം വെൽഫെയർ പാർട്ടിയുമായിട്ട് നീക്കുപോക്കാകാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ, ഞങ്ങളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരുപാധികം പിന്തുണ നൽകിയവരാണ്. വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാടാണ് അവരുടെ. മതേതരമാണ് ആവശ്യം എന്ന് പറയുമ്പോഴും മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുകയാണ് പാലക്കാട് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ അത് തുറന്നു സമ്മതിക്കുകയാണ് ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP. അരുൺ, കേൾക്കാമെങ്കിൽ നമുക്കറിയാം മതേതരം ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു വർഗീയ ശക്തികളോടും ഒരു തരത്തിലുള്ള കൂട്ടുമില്ല എന്ന് പറയുമ്പോഴും മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നു. അത് പരസ്യമായി തുറന്നു പറയുകയാണ് ഇപ്പോൾ പാലക്കാട് കോൺഗ്രസ്. ദേവിക, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി, ആ വെൽഫെയർ പാർട്ടിയെയാണ് പാലക്കാട് കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നത്. വെൽഫെയർ പാർട്ടി മാത്രമല്ല, SDPI എന്ന ആ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയും ഇവർ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ച സമയത്ത് ആദ്യം പ്രകടനവുമായി എത്തിയത് SDPIക്കാരും അതുപോലെ തന്നെ ഈ വെൽഫെയർ പാർട്ടിക്കാരും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും VK ശ്രീകണ്ഠൻ്റെ വാക്കുകളിൽ ഇത്തരത്തിലുള്ള മതവർഗീയ ശക്തികളുമായി മതതീവ്രവാദ സംഘടനകളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. VK ശ്രീകണ്ഠൻ പറയുന്നത് എങ്ങനെയാണ്, സംസ്ഥാനത്ത് ഉടനീളം നീക്കുപോക്കാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നിരുപാധിക പിന്തുണയാണ് നൽകിയത്. ഏതായാലും നിലവിൽ പൊതു സ്വതന്ത്രർ എന്ന തരത്തിൽ പലയിടത്തും തങ്ങൾ പിന്തുണ നൽകുന്നുണ്ട്. ഒപ്പം വർഗീയ ശക്തികൾക്കെതിരായ നിലപാടാണ്. അതായത് ഈ വെൽഫെയർ പാർട്ടിയെ പോലുള്ള മതതീവ്രവാദ സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് അത് വർഗീയ ശക്തികൾക്കെതിരായ നിലപാടാണ്. മാത്രമല്ല അതൊരു മതേതര കൂട്ടായ്മയാണെന്നൊക്കെയാണ് പാലക്കാട്ടെ MPയും നഗരസഭയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചാർജുള്ള വ്യക്തിയുമായ കോൺഗ്രസ് നേതാവുമായ VK ശ്രീകണ്ഠൻ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നൊക്കെ പറയുന്ന മൗദൂദിയം പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ രൂപം, ആ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുപിടിക്കുന്നത് എങ്ങനെയാണ് മതേതരത്വമാവുക എന്നുള്ളത് VK ശ്രീകണ്ഠനും കോൺഗ്രസും ഒക്കെ അവരുടെ മുന്നിൽ വ്യക്തമായിട്ട് ഈ ഒരു ചോദ്യം പലതവണയായിട്ട് ഉയരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി പറയുന്നില്ല. പകരം പറയുന്നത് വെൽഫെയർ പാർട്ടി മതേതരമാണ് എന്നൊക്കെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഈ വെൽഫെയർ പാർട്ടിയെയും SDPIയെയും എന്ന രണ്ട് മതതീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. അത് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് ചെയ്യുന്നുണ്ട്. പാലക്കാടും അത് തുടരും എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചാർജുള്ള VK ശ്രീകണ്ഠൻ MP വ്യക്തമാക്കുന്നത്.